ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. അല്പനിമിഷം ധ്യാനിപ്പാൻ സദൃശ്യവാക്യങ്ങൾ 24 അധ്യായം അതിൻ്റെ 21 വാക്യം. മകനെ, യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. മത്സരികളോട് ഇടപെടരുത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മളോട് വായിച്ച് കേട്ടത്. ഒരു ഉപദേശം എന്ന പോലെ സ്വർഗത്തിലെ ദൈവം ഈ സദൃശ്യവാക്യങ്ങളിൽ കൂടെ ശലോമോൻ ജ്ഞാനിയിൽ കൂടെ സംസാരിക്കുന്ന ഈ വാക്യം വളരെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. നമ്മളോട് വായിച്ച വാക്യം, മകനെ, യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക. സ്തോത്രം. ഇന്ന് ഭയമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. സ്തോത്രം. ആരെയും ഭയമില്ലാത്തൊരു കാലഘട്ടം. എന്തും പ്രവർത്തിക്കാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മൾ കാണുന്നു. പക്ഷേ ഇതിൻ്റെ 1 വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ, ഇതിൻ്റെ 16 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു വാക്ക് കേട്ടോ. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. കണ്ടോ? അപ്പോ നമ്മെ വീഴ്ത്തിക്കളയാൻ ശത്രു പല വേഷവും കെട്ടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വരണമെങ്കിൽ, ഈ ദിവസങ്ങളിൽ ദൈവകുഞ്ഞുങ്ങൾ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നോക്കൂ, വായിച്ചു കേട്ടോ. കണ്ടോ? നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലംപരിചയാകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോയികേ, ഇപ്പൊ നീതിമാന്മാർ 7 പ്രാവശ്യം വീണാലും എന്ത് ചെയ്യില്ല? സ്തോത്രം. പിന്നെയും എന്ത് ചെയ്യും? അവർ എണീക്കും. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവരെന്താണ്? ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിച്ചു പോകും. അപ്പൊ നീതിമാന്മാർ വീണാൽ ദൈവം താങ്ങും. സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മറഞ്ഞിരിക്കുന്ന, ദൈവവിഷ്ടം ചെയ്യുന്ന, ദൈവപ്രവൃത്തിയിൽ സന്തോഷിക്കുന്ന, കർത്താവിൻ്റെ വാക്കിൽ അനുസരിക്കുന്ന, കർത്താവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയെ നോക്കി സ്വർഗം പറയുന്നു, മകനെ, യഹോവയെയും രാജാവിനെയും ഭയപ്പെടണം. സ്തോത്രം. എന്താ വേണ്ടത്? നീതിമാന്മാരുടെ ജീവിതത്തിൽ എന്താ വേണ്ടേ? ഭയം. എങ്ങനെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ 41 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന ഒരു വാക്ക് നമുക്ക് നോക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം 41 10 നമ്മൾ വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കണ്ടോ? പ്രവചന ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് ഞാൻ നിന്നെ എന്ത് ചെയ്യും? സഹായിക്കും. സഹായിക്കാൻ മനുഷ്യൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടങ്ങളിൽ സഹായിക്കാൻ ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി ദൈവം എണീപ്പിച്ചാൽ ഉറപ്പായും നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഒരു വാഴ്ത്തത്വമായിരിക്കും. നോക്കിയേ, ഇവിടെ നോക്കൂ. അടുത്ത 11 വാക്യം പറയുന്നത്, നിന്നോട് കോപിച്ചിരിക്കുന്നവരെല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വാദിക്കുന്നവർ നാശിച്ചില്ലാതാകും. കണ്ടോ? ഒരു ദൂതാത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അയ്യോ, എന്നോട് അവർ മിണ്ടുന്നില്ലല്ലോ, എന്നോട് അവർ സംസാരിക്കുന്നില്ലല്ലോ, എന്നെ കാണുമ്പോൾ ശത്രുത്വം പോലെ അവർ അകന്നു മാറുന്നല്ലോ, ഞാൻ എത്ര അങ്ങോട്ട് അവരോട് സംസാരിക്കാൻ പോയിട്ടും അവരെന്നോട് ഇടപെടുന്നില്ലല്ലോ, എന്താ കാര്യം? ഇന്ന് പകലിൽ അവർക്ക് വരുന്ന ന്യായവിധിയെക്കുറിച്ച്, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. സ്തോത്രം. അടുത്ത്, നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതാക്കും, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ സ്തോത്രം, ഹല്ലേലൂയ. നോക്കൂ,
ഇവരെല്ലാം നിന്റെ മുമ്പിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഹല്ലേലൂയ, ഇല്ലാതായി പോകും. ആമേൻ. പക്ഷെ ദൈവം നിന്നെ ഉയർത്തും. കാരണം ദൈവം പറയുന്ന കേട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവ പൈതലേ നീ ആയിരുന്നാൽ ദൈവം നിന്നെ അത്ഭുതങ്ങളിലേക്ക് നടത്തും. ഉടബലബല രിബലബല ശംഭവരാജകൽ കനാദി. ലോകം നിന്നെക്കുറിച്ച് എന്തോ പറയട്ടെ, ആമേൻ, നിന്നെക്കുറിച്ച് എന്തോ പറയട്ടെ, പക്ഷെ ദൈവം പറയുന്നു, ആമേൻ, നിന്നോട് വാദിക്കുന്നവർ, നിന്നോട് പോരാടുന്നവർ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ആമേൻ. നോക്കൂ, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ആമേൻ. ആ കർത്താവ് മാത്രമേ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിൽ. മനുഷ്യരൊന്നുമില്ല കേട്ടോ. അവരൊക്കെ അല്പനിമിഷം കഴിയുമ്പോൾ മാറിപ്പോകും. പക്ഷെ കർത്താവ് നിന്നെ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. അവൻ നിന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. നിന്നെ ഒരിക്കലും അവൻ മാറ്റി നിർത്തത്തില്ല. ആ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുക. സ്തോത്രം. ആ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ നടുവിലുണ്ടെങ്കിൽ, ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. സ്തോത്രം. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ, ആമേൻ, സ്തോത്രം, ആമേൻ, പരാജയത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നത്. എന്നാൽ നോക്കൂ, ദൈവം പറയുന്നു, നിന്നോട് മത്സരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ, ആമേൻ, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ആരാവട്ടെ, കോപിച്ചിരിക്കുകയല്ലേ നിന്നോട്, മിണ്ടാതെ അങ്ങോട്ട് എത്ര പ്രാവശ്യം മിണ്ടാൻ വേണ്ടിപ്പോയി, ക്ഷമ പറഞ്ഞു, സോറി പറഞ്ഞു, പക്ഷെ എന്നിട്ട് നിന്നോട് കോപം, ആമേൻ, നിന്നോട് അടുത്ത് വരുന്നില്ല, സ്തോത്രം, നിന്നോട് സംസാരിക്കുന്നില്ല. 10 കാര്യത്തിൽ പറയുമ്പോൾ ഒരു കാര്യം മാത്രം അവർ പറഞ്ഞു നിർത്തുകയാണ്. പക്ഷേ ഈ പ്രഭാതം ദൈവാത്മാവ് പറയുന്നു, നിന്നോട് കോപിച്ചിരിക്കുന്ന വൈദ്യരെ, നീ ആരോടും കോപിക്കരുത്. ഈ പ്രഭാതത്തിൽ കോപിച്ചിരിക്കരുത്, കോപം വെച്ചുകൊണ്ടിരിക്കരുത്. സ്തോത്രം. നീ അവരോട് സംസാരിക്കണം. നീ അവരോട്, ആമേ, സ്തോത്രം, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ശബ്ദം അറിയിക്കണം. ഓ, എന്തുനായി ബബ്ജീസ്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ചില കുടുംബങ്ങൾ ഇപ്പോഴും പിണക്കത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ട്, മിണ്ടണം കേട്ടോ, നീ അവരോട് സംസാരിക്കണം. അല്ലെങ്കിൽ ആമേ, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നറിയാമോ? ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിന്നെ കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. ആമേൻ. നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതായി പോകും. അവരിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. വാദം ആമേൻ, വാദം ഇങ്ങനെ അതിൻ്റെതായ നിലയിൽ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം പറയുന്നു, ആമേൻ, അവരുടെ മുൻപാകെ നിന്നെ തല ഉയർത്തി നിർത്തുന്ന ഒരു മഹാനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, അതിശയങ്ങളിലേക്ക് നടത്തുന്ന, ആമേൻ, സ്തോത്രം. നീ ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ വാക്ക് നീ കേൾക്കുകയാണെങ്കിൽ രാജ്യങ്ങളുടെ മേൽ നിന്നെ ദൈവം മാനിക്കും. യെസ്, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കും. കണ്ടോ, ദാനിയേൽ പ്രാപ്തിയായെന്ന് വ്യക്തികൾ അവനെ പറഞ്ഞപ്പോൾ അതിനു മുമ്പ് ദൈവം അവനോട് സംസാരിച്ചു, ഞാൻ നിന്നോട് പറയുന്നത് രാജാവിൻ്റെ മുഖത്ത് നോക്കി നീ പറയണം. ഇന്ന് പകലിൽ നിന്നെ പ്രാപ്തനാക്കുന്ന, നിന്നെ പ്രാപ്തി ഉള്ളവനാക്കുന്ന, പ്രാപ്തി ഉള്ളവളാക്കുന്ന, ആമേൻ, ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. മനുഷ്യൻ പറയും നിനക്ക് പ്രാപ്തിയില്ല എന്ന്, പക്ഷെ ദൈവം നിന്നെ പ്രാപ്തി ഉള്ളവളാക്കി നിർത്തും. ദൈവം നിന്നെ പ്രാപ്തി ഉള്ളവനാക്കി നിർത്തും. എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആമേൻ. ആ ദൈവത്തോട് തുല്യം പറയുവാൻ ആരുമില്ല. തുല്യം ചൊല്ലാ ആരുമില്ലേ, അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ, അങ്ങെപ്പോലെ യേശുവേ, ജീവനേ, സ്വന്തമേ, നിന്റെ മാർവിൽ ചാരുന്നു ഞാൻ.
ഹല്ലേലൂയ. അപ്പൊ തുല്യം ചൊല്ലാൻ ഈ കർത്താവിനെ മാറ്റി നിർത്തി തുല്യം ചൊല്ലാൻ ആരും ഈ ഭൂമിയിലില്ല. തുല്യമായി നിർത്താൻ ആരുമില്ല. സ്തോത്രം. ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ തുടങ്ങിയാൽ ഈ ലോകം നോക്കി നിൽക്കും. സ്തോത്രം. നിന്നെ പകച്ചവർ നോക്കി നിൽക്കും. നീ ഇല്ലാതായി കാണാൻ ആഗ്രഹിച്ചവർ നോക്കി നിന്ന് അമ്പരന്ന് പോകും. ആമേൻ പറ. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. നിന്നോട് പോരാടുന്നവരെ നീ എന്ത് ചെയ്യും? അന്വേഷിക്കും. ഉടബൽക്കമന കാണുകയില്ല താനും. ആമേൻ. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ, ആമേൻ, സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അവരെന്ത് ചെയ്യുന്നറിയുമോ? ആമേൻ. നീ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന ആമേൻ തലത്തിൽ നീ മാറാത്തത് കൊണ്ട്, അതിനപ്പുറം ദൈവം നിന്നെ ഉയർത്തുന്നത് കൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു, അവർ എന്ത് ചെയ്താലും, അവർ എങ്ങനെയൊക്കെ മുൻപിലോട്ട് നിന്നെ കൊണ്ടുപോകാൻ അവർ പരിശ്രമിക്കുമോ, അതിൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമെന്ന് ഈ പകൽക്കാലം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ അതാ ഇവിടെ നമ്മൾ വായിച്ചത്, മകനെ യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക, മത്സരികളോട് ഇടപെടരുത്. സ്തോത്രം. കണ്ടോ, ശക്തമായി ദൈവം പ്രതിപാദിക്കുന്നു. ഇടപെടരുത്. ഇടപെടാതിരുന്നാൽ, ആമേൻ. ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകം 41:11 പറയുന്നു, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാ പേരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതാകും. യെസ്. അവൻ ദൈവപൈതലേ, അപ്പോൾ വചനത്തിൻ്റെ നടുവിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ആ സംബോധന കേട്ടു, മകനെ. സ്തോത്രം. യഹോവയെ നീ ഭയപ്പെടണം, രാജാവിനെ ഭയപ്പെടണം, നിയമത്തെ ഭയപ്പെടണം. സ്തോത്രം. ന്യായാധിപതികളെ ഭയപ്പെടണം. ഓക്കെ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. നാഥ, അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ മുട്ടുമടക്കിയ സമയം മുതൽ ഇതുവരെയും പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവിൻ്റെ കൃപ കൊണ്ട് പൊതിയണം, അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ. ഒരു വലിയ ദൈവ സാന്നിധ്യം കണ്ട് സന്തോഷിപ്പാൻ സർവശക്തൻ സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.